അല്ലയോ ജന്മദാതാവേ, അല്ലയോ സംരക്ഷക, അല്ലയോ സംഹാരമൂർത്തി, നിങ്ങൾ 3 ദേവന്മാർക്കും ഈ നാരദന്റെ പ്രണാമം. പ്രണാമം മാതാവേ. ഞാൻ പ്രസന്നയായിരിക്കുന്നു. എന്റെ പുത്രന്മാരായ ത്രിമൂർത്തികളുടെ ജന്മദിവസത്തിൽ അങ്ങയുടെയും ദർശനം പ്രാപ്തമായല്ലോ ഋഷിവര്യ. എനിക്കും ഇങ്ങനെയൊരു ഭാഗ്യം ഉണ്ടായല്ലോ മാതാവേ. എനിക്ക് ബാലത്രിമൂർത്തികളെ ഇങ്ങനെ ദർശിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് അവസാന ദർശനമാണ്. അവസാന ദർശനമോ? അതെന്താ? കാരണം ഇന്ന് ത്രിദേവിമാർ ഇവരെ കൊണ്ടുപോകാൻ വരികയാണ്. പക്ഷെ എന്തിന്? കാരണം ഇതാണ്, അവിടുത്തെ ഈ മഹാസൗഭാഗ്യം, അവിടുത്തെ തപോബലം അവർ മൂവരിലും അസൂയ ജനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ത്രിമൂർത്തികളെ അവിടുത്തെ സമക്ഷം നിർവാണ ഭിക്ഷയ്ക്കായി പറഞ്ഞയച്ചത്. അതിലവർ പരാജിതരായപ്പോൾ സ്വയം വരികയാണ്. അവിടുത്തെ പക്കൽ നിന്നും ത്രിമൂർത്തികളെ ബാലരൂപത്തിൽ പ്രാപ്തമാക്കിയതിന്റെ സന്തോഷം തട്ടിയെടുക്കാൻ. ത്രിദേവിമാരുടെ നിർവാണ ഭിക്ഷയുടെ ആഗ്രഹം മനസ്സിലാക്കി ഒരു കാര്യം വീണ്ടും സിദ്ധമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ അകാരണമായി സംഭവിക്കില്ല. അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ത്രിമൂർത്തികളെ എന്റെ സന്താനമായി പ്രാപ്തമാക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ഇത്ര വേഗത്തിൽ ലഭിക്കില്ലായിരുന്നു. ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവർക്കെപ്പോ വേണമെങ്കിലും അവരുടെ പതിമാരെ ഇവിടെ നിന്നും കൊണ്ടുപോകാവുന്നതാണ്. അവിടുന്ന് വളരെ ദയാലുവാണ് മാതാവേ. എനിക്ക് വിട നൽകിയാലും. ഏത് സാഹചര്യത്തിലാണ് അങ്ങ് എന്റെ പുത്രനായി വന്നത്? ആ സാഹചര്യത്തെ എനിക്ക് മനസ്സിലാക്കാനേ സാധിച്ചില്ല. ആജീവനാന്തം ഈ ദുഃഖത്തിന്റെ അഗ്നിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കും ഞാൻ. ആജീവനാന്തം. ദേവി, മഹാസതി അനസൂയ, അവിടത്തേക്ക് സ്വാഗതം. ഞങ്ങൾ ഞങ്ങളുടെ പതിമാരെ തിരികെ കൊണ്ടുപോകാനായി വന്നതാണ്. സന്തോഷത്തോടെ കൊണ്ടുപോയിക്കോളൂ. മൂന്നു പേരും ഒരുപോലെയാണല്ലോ. ഇതിലേതാണ് മഹാദേവൻ? ഇതിലാരാണ് നമ്മുടെ നാരായണൻ? നമ്മുടെ ബ്രഹ്മദേവൻ ആരാണ്? തിരിച്ചറിയാൻ സാധിക്കുന്നില്ലല്ലോ. തിരിച്ചറിയാൻ സഹായിക്കും. ആദ്യം അവിടുന്ന് തപോശക്തിയാൽ
ത്രിദേവന്മാരെ ബാലകന്മാരാക്കി. എന്നിട്ടിപ്പോ ഇവരുടെ രൂപം ഒരുപോലെയാക്കി തീർത്തു, നമ്മുടെ പതിമാരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്നും വിവാഹിതയാണ് മഹാസതി അനസൂയ. ഒരു വിവാഹിതയുടെ വേദന മനസ്സിലാക്കൂ. കൃപ കാണിച്ചാലും നമുക്ക് നമ്മുടെ മഹാദേവനെ തിരികെ തന്നാലും. ദേവി പാർവതി, ശിവൻ എപ്പോഴും അവിടുത്തേതായിരുന്നു, അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്നിൽ നിന്ന് എന്തിനാണ് അദ്ദേഹത്തെ അകറ്റിയത്? അവിടുത്തെ പതിയെ അവിടുന്നാണ് നിർവ്വാണ ഭിക്ഷയ്ക്കായി അയച്ചത്. അവിടുത്തെ പതിയെ അകറ്റിയത് ആ നിബന്ധനയാണ്, ഞാനല്ല. പക്ഷെ നിർവ്വാണ ഭിക്ഷയ്ക്കുള്ള യഥാർത്ഥ കാരണം അവിടുന്നാണ്. അവിടുന്ന് പാകം ചെയ്ത ലോഹം കൊണ്ടുള്ള കടലയ്ക്കൊപ്പം നാരദന്റെ പക്കൽ സന്ദേശമായി വെല്ലുവിളി നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ത്രിമൂർത്തികളോട് ഈ നിബന്ധന വയ്ക്കില്ലായിരുന്നു. അപ്പോൾ തെറ്റുകാരി അവിടുന്ന് തന്നെയല്ലേ? ഭയഭീതയായ മാതാവിനെ ഈ പ്രപഞ്ചം മുഴുവൻ പഴിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പതിമാരെ അവിടുന്ന് സ്വന്തം കൈകളാൽ തിരികെ ഏൽപ്പിച്ചാലും പഴി കേൾക്കുന്നതിൽ നിന്ന് മുക്തയാകും. ഒരു മാതാവിൽ നിന്നും അവരുടെ ഹൃദയത്തെ ആവശ്യപ്പെടുകയാണ് അവിടുന്ന്. ഒരു മാതാവിനോട് ഒരു വിവാഹിത അവളുടെ ദാമ്പത്യം യാചിക്കുകയാണ്. അവിടുന്ന് സ്വന്തം സാത്വിക ശക്തി ഉപയോഗിച്ചത് തട്ടിയെടുത്തിരിക്കുകയാണ്. ദേവി പാർവതി, എന്റെ സാത്വിക ശക്തിയെ അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരം താഴ്ത്താതിരിക്കൂ. അവിടത്തേക്ക് സ്വന്തം പതിയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ തെറ്റ് അവിടുത്തേതാണ്, എന്റെയോ എന്റെ സാത്വിക ശക്തിയുടെയോ അല്ല. സഹോദരി പാർവതി, ഇവർ പറയുന്നതിൽ നിന്ന് സ്പഷ്ടമാകുന്നത് ഇതാണ്: നമ്മുടെ പതിമാരെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. ഇവരുടെ സാത്വിക ശക്തി കുറഞ്ഞിരിക്കുന്നു, സ്വാർത്ഥത വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ശിവന്റെ അർദ്ധാംഗിനി പാർവതി, ശിവന്റെ മാതാവായി അറിയപ്പെടുന്ന അനസൂയയെ വെല്ലുവിളിക്കുകയാണ്. അവിടുന്ന് ത്രിമൂർത്തികളെ ഇവിടെ തന്നെ താമസിപ്പിച്ചോളൂ. ഞാൻ എത്രയും വേഗം എന്റെ മഹാദേവനോടൊപ്പം മറ്റു 2 ദേവന്മാരെയും തീർച്ചയായും ഇവിടുന്ന് കൊണ്ടുപോകും. മഹാസതി അനസൂയ, ഓർമ്മയിരിക്കട്ടെ, അവിടുന്ന് ത്രിമൂർത്തികളുടെ മാതാവാണെങ്കിൽ അറിയുക, ഞാൻ ശിവന്റെ ശക്തിയാണ്. ആ ശക്തിയില്ലെങ്കിൽ ശിവൻ പോലും അപൂർണനാണ്. അദ്ദേഹത്തിന്റെ അപൂർണതയുടെ പൂർണ്ണ ഉത്തരവാദി അവിടുന്നാണ് മഹാസതി. ഇതെന്ത് ലീലയാണ്? ലീല സ്പഷ്ടമാണ് ദേവി. ത്രിമൂർത്തികൾ ഇവിടെ കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. അവിടുത്തെ മാതൃത്വത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് സത്യം തന്നെയാണോ? സംശയം വേണ്ട ദേവി അനസൂയ.
എന്റെ പ്രിയ പുത്രന്മാരെ, എന്റെ മാതൃത്വത്തിന്റെ മമതയിൽ നിങ്ങളെ പൂർണ്ണമാക്കുന്നതാണ്. ദേവ, നാരായണ, ശിവ, എല്ലാവരും ഇതെവിടെ പോയി? അമ്മേ, ഞാനിവിടെ ഉണ്ട്. അമ്മേ, ഞാനും ഇവിടെ ഉണ്ട്. ശിവ എവിടെ? ശിവ, ശിവ, എവിടെ പോയി? ദേവി, ആരെയാണ് അവിടുന്ന് അന്വേഷിക്കുന്നത്? ശിവയെ. പ്രപഞ്ചം മുഴുവനും ശിവന്റെ ഈ ബാലരൂപത്തെ കാത്തിരിക്കുകയായിരുന്നു ദേവി. ഇപ്പോൾ ശിവൻ സ്വന്തം ബാലരൂപത്തിൽ നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ ആശ്രമത്തിലും വിഹരിക്കുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ദർശനത്തിനായി വ്യാകുലമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ ശിവ എവിടെ പോയി ഋഷിവര്യ? അവിടെ തന്നെ, അവിടുന്ന് ആദ്യമായി ശിവന്റെ മാതാവാകണമെന്ന് സ്വപ്നം കണ്ട സ്ഥലത്ത്. അവൻ ആ ശിവശിലയുള്ള ക്ഷേത്രത്തിൽ തനിച്ചു പോയോ? തനിച്ചോ? ഒരുപാട് അകലിൽ നിന്നും എത്തിയ അനേകം ഭക്തർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അവിടെ കാത്തു നിൽക്കുകയാണ്. നിന്നാലും ദേവി, ഇത്രയും ധൃതി കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങ് പറയാത്തത് എന്തായിരുന്നു അവൻ തനിച്ചാണ് പോയതെന്ന്? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായി പറയുമായിരുന്നു ദേവി. മാത്രവുമല്ല, മുഴുവൻ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് എങ്ങനെയാണ് തടയാൻ കഴിയുക? പ്രപഞ്ചത്തിന് മുഴുവൻ അദ്ദേഹം മഹാദേവനായിരിക്കും. പക്ഷെ എനിക്ക് അവൻ എന്റെ പുത്രൻ ശിവയാണ്. അദ്ദേഹത്തിന്റെ ബാലരൂപത്തിന്റെ ദർശനത്തിന് ശേഷം അവിടത്തേക്കും തോന്നിയാലോ അദ്ദേഹം മഹാദേവനാണെന്ന്? ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. അങ്ങനെ തന്നെയാണെങ്കിൽ ഇന്ന് ഞാൻ അവനോട് ചോദിക്കും, അവന്റെ ജീവിതത്തിലുള്ള എന്റെ അസ്തിത്വം എന്താണെന്ന്. ഞാൻ അവന് വെറും മഹാസതി അനസൂയയല്ല, ശിവയുടെ അമ്മയാണ് ഞാൻ. എന്റെ തണലിൽ വളർന്നാണ് അദ്ദേഹത്തിന് സ്വന്തം ബാലരൂപം പ്രാപ്തമായത്. ഹര ഹര മഹാദേവ.
ഒരു മാതാവ് തന്റെ പുത്രന് നന്ദിയുടെ ശരശയ്യയല്ല, ആശീർവാദത്തിന്റെ കവചമാണ് നൽകേണ്ടത് മാതാവേ. മഹാദേവ, അവിടെ നിന്നെ അവിടുത്തെ മാതാവിന്റെ രൂപത്തിൽ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങ് എന്നെ വന്ധ്യതാ ശാപത്തിൽ നിന്നും മുക്തയാക്കി. സമ്പൂർണ്ണ നദികളും മഹാസമുദ്രത്തിലേക്ക് ഒഴുകി പൂർണ്ണത കൈവരിക്കുന്ന പോലെ എനിക്കൊരു മാതാവിന്റെ കടമ നിർവഹിക്കാനാകുമോ? ഇന്ന് മഹാദേവ രൂപത്തിലുള്ള ഈ മഹാസമുദ്രത്തിലേക്ക് നിസ്സാരയായ എന്നെ എനിക്ക് സമർപ്പിക്കാനാകുമോ? അതിനുള്ള യോഗ്യത എന്റെ മാതൃത്വത്തിനുണ്ടോ?